എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാവയുടെ പ്രവചനം ഫലിച്ചിട്ടുണ്ട്, ഇനി ഫലിക്കുകയും ചെയ്യും. ഇത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ നക്ഷത്രജാതകരെ ഇട്ടുമൂടാനുള്ള സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ നക്ഷത്രജാതകരെക്കുറിച്ചും ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറയേണ്ടത്. 11-ലെ ആദിത്യൻ ഭാഗ്യം വാരിക്കോരി ചൊരിയുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത്. തൊഴിൽ ഇല്ലാത്തവർക്കൊരു പുതിയ തൊഴിൽ ലഭിക്കാനും സർക്കാർ ഉദ്യോഗത്തിന് കാത്തിരിക്കുന്നവർക്ക് അതിൻ്റെ ആദ്യ ചലനങ്ങൾ കാണാനും സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടും. നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണുകയും ചെയ്യും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും. കാര്യസാധ്യങ്ങളും പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും. കലഹ സ്വഭാവം കുറഞ്ഞു തുടങ്ങും. പ്രായോഗിക ബുദ്ധി പ്രകടിപ്പിക്കാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങൾ വരും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. പാപപ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ട് വരും. വ്യായാധിക്യം മൂലം മനസ്വസ്ഥത കിട്ടാതിരുന്നവർക്ക് അതിനൊരു മാറ്റം കണ്ടു തുടങ്ങും. പുതിയ അറിവുകൾ ലഭിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനും നല്ല സാഹചര്യങ്ങൾ വരും. നടുവുവേദന, ഒടിവ്, ചതവ് ഇവ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ശിവന് ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ ചിലവുകൾ വളരെ കുറവായിരിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാര്യസാധ്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ നടന്നു കിട്ടും. ഭൂമി കച്ചവടത്തിലൂടെ കുറച്ച് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഇതുവരെ അനുഭവിക്കാൻ കഴിയാത്തൊരു ദാമ്പത്യ സുഖം ഇനി ഇവർക്കുണ്ടാകും. കമിതാക്കളുടെ വിവാഹം വീട്ടുകാരുടെ ഇടപെടൽ മൂലം നടന്നു കിട്ടും. നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം. നിർബന്ധ ബുദ്ധി പ്രകടമാക്കാൻ സാധിക്കും. ക്രൂര ചിന്തകൾ മനസ്സിൽ ഉദിക്കും. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ഈ സമയത്ത് ശ്രദ്ധിക്കുക. വലിയ ദുഃഖ അനുഭവങ്ങളൊക്കെ മാറിത്തുടങ്ങും. ബന്ധുജന സഹായങ്ങളും ചില സമയങ്ങളിൽ ലഭിക്കാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് കാണുന്നുണ്ട്. ഇവർ ദോഷനിവാരണത്തിനായിട്ട് ചെയ്യേണ്ടത് ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവർക്കും ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതിയുടെ നെറുകയിൽ എത്താൻ ഭാഗ്യം ചെയ്തൊരു നക്ഷത്ര ജാതകർ തന്നെയാണ്. തർക്ക വിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധ്യതകൾ കൂടുതലുണ്ട്. ഏറ്റവും ഭാഗ്യം ചെയ്തൊരു കാര്യം സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സ. അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ഈ ആഴ്ചയിൽ കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്ത് ഇവരെ സഹായിക്കാൻ സാധിക്കും. പാപകർമ്മങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങൾ 100% വിജയിക്കും. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം വർദ്ധിക്കും.
ബന്ധുക്കൾ വിരോധത്തിലാകാൻ സാധ്യതയുണ്ട്. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ അവസരങ്ങൾ ലഭിക്കും. അഭീഷ്ടകാര്യസിദ്ധിയുണ്ട്. വ്രണങ്ങൾ, പ്രമേഹബന്ധിയായിട്ടുള്ള അസുഖങ്ങൾ, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം. പലവിധ ആപത്തുകളിൽ നിന്നും കരകയറും. ചില സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതെ ശ്രദ്ധിക്കണം. ഉപാസനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. നാൽക്കാലികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ നിസ്സഹകരണം മൂലമുള്ള വിഷമം കൂടുതലാകാൻ സാധ്യതയുണ്ട്. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ ആകും. സ്ത്രീ പുരുഷന്മാരുടെ ഉപദ്രവം കൂടാൻ സാധ്യതയുണ്ട്, ശ്രദ്ധ വേണം. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യസാധ്യങ്ങൾ ചില രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ മൂലം വേഗത്തിൽ നടന്നു കിട്ടും. പണം തിരികെ തരാനുള്ള വ്യക്തികളുമായിട്ട് കലഹങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. ഇത് ശത്രുതയിലേക്ക് എത്തും. നേതൃഗുണം ലഭിക്കും. അധികാരസ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകൾ ഉണ്ട്. അച്ഛനുമായോ പിതൃതുല്യരായ മറ്റുള്ളവരുമായിട്ടോ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അക്ഷമ കുറഞ്ഞു തുടങ്ങും. ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ശൂരത പ്രകടിപ്പിക്കാതിരിക്കുക. പലവിധ രോഗാരിഷ്ഠിതകൾ പ്രത്യേകിച്ച് ത്വക്കുബന്ധിയായവയ്ക്ക് സാധ്യതയുണ്ട്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. സഹായികളുമായിട്ട് വേർപിരിയേണ്ട സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഇവർ ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പൂരം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. വരും ദിവസങ്ങളിൽ ഇവർക്കൊരുപാട് നല്ല അറിവുകൾ നേടാനായിട്ട് അവസരങ്ങളുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് കുറച്ച് പുകഴ്ത്തി സംസാരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങുന്ന സമയമാണ്. നേത്രരോഗം, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. ശത്രുപീഡ കുറഞ്ഞു തുടങ്ങും. ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാനാകും. ധനപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. തൊഴിൽപരമായി മെച്ചപ്പെടും. ചില ധനനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾ സഫലമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാം. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. ദുഃഖ അനുഭവങ്ങൾക്ക് കുറവ് വരും. മക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും. കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യാൻ അവസരമുണ്ട്. വ്യായാധിക്യം ഉണ്ടാകും. ത്വക്കുരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും തരണം ചെയ്യാനാകും. തൊഴിൽ രംഗം മെച്ചമല്ല. മരാമത്ത് പണികൾ ചിലവ് കുറഞ്ഞു തുടങ്ങും. മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ ഇടയുണ്ട്. ഇവർ ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾപ്പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സ്വജനങ്ങളുടെ നേതൃത്വം ലഭിക്കും. ബന്ധുജനങ്ങളോട് സ്നേഹബന്ധം കൂടുതലാകും. സജ്ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ അവസരമുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും. മക്കൾക്ക് ഉള്ള ദുഃഖ അനുഭവങ്ങൾ മാറിക്കിട്ടും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങാം. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ധനലാഭങ്ങൾ ഉണ്ടാകും. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ഉദരവ്യാധി, പനി, ചുമ ഇവ ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദത്തിൻ്റെ അനിശ്ചിതാവസ്ഥയും ഒന്ന് സൂക്ഷിക്കണം. ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാൻ സാധ്യതയുണ്ട്.
വിവാഹ ആലോചനകൾ സഫലമാകും. പണം വായ്പ കൊടുത്താൽ തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക.